ഹലോ ഗായ്സ്, സുഖം തന്നെയല്ലേ? ജൂലൈയിലെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇവിടെ ചൂടുകാലമായതുകൊണ്ട് എപ്പോഴും ഫാമിലിയായിട്ട് വീട്ടിലിരിക്കാനാണ് എല്ലാവരും താല്പര്യപ്പെടുന്നത്. പിന്നെ രാമായണ മാസം കൂടി ആയാൽ രാവിലെ മുഴുവൻ ബിസിയാണല്ലോ. ഞാനും രാമായണം വായിക്കാറുണ്ട്, ലാപ്ടോപ്പിലാണെന്ന് മാത്രം. ദുബായിൽ സമ്മർ സീസൺ ആയി കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയുണ്ട് എന്നുള്ളതിന് ഒരു വലിയ ഉദാഹരണമാണ് ഇവിടെ നടക്കുന്ന സെയിലുകൾ. ഓരോ ഷോപ്പിംഗ് മാളിലും നിറയെ സെയിലുകളുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് നമുക്ക് കാണാം. നമ്മൾ പോയത് ദേരയിലുള്ള അൽ ഖുറൈർ സെൻറ്റർ. അവിടെ കുറേ ബ്രാൻഡഡ് ഐറ്റംസിൻ്റെ ഷോപ്പുകളുണ്ട്. അതിലെല്ലാം തന്നെ സെയിലുമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം. 9 വെസ്റ്റ് എന്ന ഷോപ്പിൽ എല്ലാതും 99 പ്രൈസാണ് കണ്ടത്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയാണ് സ്റ്റുഡിയോയും. അവിടെയും ആസ് യൂഷ്വൽ നല്ല ഓഫറുള്ള സാധനങ്ങളൊക്കെ തന്നെ ഉണ്ട്. ചപ്പൽസ് ആയാലും ഡ്രസ്സായാലും കോട്ടൺ മെറ്റീരിയലാണ് കൂടുതൽ അവിടെ ഉണ്ടായിരുന്നത്. അതുമെല്ലാം നല്ല പ്രൈസിന് തന്നെയാണ് ഉള്ളത്. നല്ല നല്ല ടോപ്സുകൾ അവിടെ ഉണ്ട്. പലാസോൻ്റെ കൂടെ അല്ലെങ്കിൽ ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റിയ ടോപ്പുകൾ നിറയെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ വെക്കേഷൻ ടൈമാണല്ലോ, അതുകൊണ്ട് എല്ലാവരും ഫാമിലി ആയിട്ടൊക്കെ നാട്ടിലൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് തോന്നുന്നു ട്രാഫിക്കെല്ലാം ഇത്തിരി കുറവുണ്ട്. ഇനി അടുത്തത് സൺ ആൻഡ് സാൻഡ് സ്പോർട്സിലാണ്. നല്ലൊരു ഓഫർ അവിടെയുണ്ട്. ജെൻസിന്, ലേഡീസിന്, കുട്ടികൾക്ക് പറ്റിയ പല ബ്രാൻഡുള്ള ഷൂകളുടെ ഓഫറുകൾ അവിടെയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പോയി കാണുകയോ വാങ്ങുകയോ ചെയ്യാം. കരാമയില് കുറച്ച് നല്ല നല്ല ഫുഡ് കിട്ടുന്ന കുറച്ച് സ്ഥലങ്ങളുടെ പേര് കൂടി ഞാൻ പറയാം. ഫുഡ് എന്ന് പറയുമ്പോൾ ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയല്ല. അതിൽ സ്നാക്ക് ആവാം, മറ്റേ സ്വീറ്റ്സ് ആവാം, അതും അല്ലെങ്കിൽ ഒരു നല്ലൊരു കോഫി അങ്ങനെ കിട്ടുന്ന 2-3 റെസ്റ്റോറൻറ്റ് പേര് കൂടെ ഞാൻ കാണിക്കുന്നത്. നിങ്ങൾക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. ഇത് ഹൈദരാബാദി സ്വീറ്റ്സ് കിട്ടുന്ന ഒരു ഷോപ്പാണ്. കരാമയിലെ അൽവാസൽ ഹബിലാണുള്ളത്. നിറയെ സ്നാക്സുകൾ നന്നായിട്ടുണ്ട്. ഇതെല്ലാം നല്ല ടേസ്റ്റിയാണ്. ഇനി അടുത്തത് ഡേ ടു ഡേ ഷോപ്പിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. അവിടെ നല്ല കോഫി കിട്ടും, കറുപ്പട്ടി കോഫി. അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ കോഫി. ഇതാണ് കരാമയിലുള്ള സ്വീറ്റ് ബാസ്ക്കറ്റ്. സ്നാക്സ് താല്പര്യമുള്ളവരാണെങ്കിൽ ഇവിടെ വന്നാൽ മതി. പല വെറൈറ്റിയിലുള്ള സ്നാക്സുകൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെ എല്ലാതും ഇവിടെ കിട്ടും. ഇവർക്ക് ഷാർജയിലും ബ്രാഞ്ചസൊക്കെ ഉണ്ട്. ഇവിടെ ചക്ക വരട്ടിയതൊക്കെ ഉണ്ട്. പിന്നെ ഹലുവകൾ, അതിൻ്റെ തന്നെ പല ടൈപ്പുകളുണ്ട്. എല്ലാം നന്നായിട്ടുണ്ട്, വളരെ ടേസ്റ്റിയാണ്. ഞാനുണ്ടാക്കിയ ഒരു സ്റ്റാർട്ടർ ഡിഷാണ് ഡൈനാമൈറ്റ് പ്രോൺസ്. പ്രോൺസിൽ പെപ്പർ, ഉപ്പ്, സോയാ സോസ്, മുട്ട ഇതെല്ലാം ഇട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി വേറെ ബൗളിൽ കോൺഫ്ലവർ, മൈദ, ഉപ്പ്, പെപ്പർ, ചില്ലി പൗഡർ എല്ലാം ഇട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക.
പ്രോൺസ് എടുത്ത് ആ പൗഡറിൽ മിക്സ് ചെയ്ത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുക. ഇതൊരു ജാപ്പാനീസ് സ്റ്റാർട്ടർ ഐറ്റമാണ്. ബോറടിക്കുമ്പോൾ ഞാനിങ്ങനെയാണ് ഓരോരോ ഫുഡുകൾ ഉണ്ടാക്കി ഓരോ പരീക്ഷണം ചെയ്യും. ഇനി മയോണൈസും ഹോട്ട് സോസും ഒഴിച്ച് ഒരു സോസ് ഉണ്ടാക്കണം. ഈ സോസിലേക്ക് ഫ്രൈ ചെയ്ത പ്രോൺസ് ഇടണം. ഇതൊരു നല്ലൊരു സ്റ്റാർട്ടർ ഡിഷാണ്. കുട്ടികൾക്ക് വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും. ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. ഇനി പുതിയ വീഡിയോകളുമായി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.